അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻസൂർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ മൂസബിന് ഈസൽ ഹാഷിമി എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെ നല്ല സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ഭാര്യക്കും ഇങ്ങോട്ട് വല്ലാത്ത സ്നേഹമാണ്. രണ്ടാളും അങ്ങോട്ടിങ്ങോട്ട് കടപ്പാടുകളൊക്കെ വേണ്ടതുപോലെ പരിഗണിച്ച് ജീവിച്ച രണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി അവരിങ്ങനെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മൂസബിന് ഈസൽ ഹാഷിമി എന്ന് പറയുന്ന ആള് അവിടുന്ന് പറഞ്ഞുപോയി തൻ്റെ ഭാര്യയോടും, ഓ ഭാര്യ, ആ കാണുന്ന ചന്ദ്രൻ ഉണ്ടല്ലോ, അവനെക്കാളും നീ ഭംഗിയില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞ് ഓവറായി അങ്ങനെ പറഞ്ഞു പോയതാണ്. അതായത് ആ ചന്ദ്രനേക്കാൾ നീ ഭംഗിയില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാക്ക് ചൊല്ലിയൻ, അങ്ങനെയൊക്കെ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ആ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ത്വലാക്കായി പോകുമല്ലോ. ഇത് പറയലോടുകൂടെ ആ ഭാര്യക്ക് വല്ലാത്ത പേടിയായിപ്പോയി. കാരണം ഇയാൾ പറഞ്ഞത് വല്ലാത്തൊരു വാക്കായി പോയല്ലോ. ഞാൻ ഒരിക്കലും ആ ചന്ദ്രനേക്കാൾ ഒരിക്കലും ഞാൻ ഭംഗിയില്ലല്ലോ. കാരണം ചന്ദ്രൻ എന്നുള്ളത് പ്രകാശിക്കുന്നതാണ്. അപ്പൊ അതിനേക്കാളൊരു പ്രകാശം എനിക്കില്ലാത്തത് കൊണ്ടേ, അപ്പൊ ഞാൻ അത്രയൊന്നും പ്രകാശമില്ലാത്തത് കൊണ്ടേ അപ്പോൾ ഇയാൾ എന്നെ ത്വലാക്ക് ചെല്ലിയെന്നല്ലേ, അപ്പോൾ ആ ത്വലാക്ക് സംഭവിച്ചു എന്നല്ലേ. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഇനിയൊരിക്കലും എൻ്റെ അടുക്ക നിങ്ങൾ വരരുത്, ഇത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ത്വലാക്ക് സംഭവിച്ചു എന്നാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ആ ഭർത്താവിനേക്ക് വല്ലാത്ത വിഷമായി. അയാൾ അങ്ങനെ ചിന്തിച്ച് പറഞ്ഞതല്ല, പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹം ആ കാലഘട്ടത്തുള്ള എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി ഇതിനൊരു പരിഹാരം എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു നോക്കി. അപ്പം അവർക്കും പറഞ്ഞത്, അത് നിങ്ങൾ പറഞ്ഞതുപോലെ ആണല്ലോ, നിങ്ങളുടെ ഭാര്യ ഒരിക്കലും ചന്ദ്രനേക്കാൾ ഭംഗി പ്രകാശമുള്ളത് ആകാൻ സാധ്യതയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ത്വലാക്ക്, നിങ്ങൾ ചൊല്ലിയ ത്വലാക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇനി നിങ്ങളുടെ ഭാര്യയായിട്ട് അവൾക്ക് തുടരാനും നിങ്ങൾക്ക് അവരുടെ ഭർത്താവായിട്ട് തുടരാൻ ഇനി സാധിക്കില്ല എന്ന് എല്ലാ പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പം അയാൾ ഒന്നും കൂടി വല്ലാത്ത വിഷമത്തിനായി, വല്ലാത്ത ബേജാരിയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിലെ അബൂ ഹനീഫ ഇമാമിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു ഇദ്ദേഹത്തിനോട്, ഇല്ല, നിങ്ങളുടെ ത്വലാക്ക് സംഭവിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത് അന്നത്തെ ആ നാട്ടിൽ തന്നെ ഖലീഫയുടെ അടുക്കൽ ചർച്ചയായ ഒരു വിഷയമാണ്. ആ ചർച്ചാക്കൂട്ടത്തിൽ ഈ പണ്ഡിതൻ പറയാണ്, ഇതൊരിക്കലും അവിടെ നിന്ന് അയാളുടെ ത്വലാക്ക് സംഭവിച്ചില്ല, ഒന്നും പേടിക്കേണ്ടതില്ല, അയാൾ ഇതിനു മുമ്പുള്ളതുപോലെ തന്നെ ആ സ്നേഹത്തോടു കൂടെ തന്നെ ആ ഭാര്യ ഭർത്താക്കന്മാർ അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിനാണ് പറഞ്ഞത്? ഒരിക്കലും ചന്ദ്രനേക്കാൾ പ്രകാശമുള്ള ഒരു പെണ്ണുങ്ങളും ഇവിടെ ഉണ്ടാകില്ലല്ലോ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഖുർആന്റെ ആയത്തെടുത്തിട്ടാണ് ഇതിനെ ഞാൻ പരിശോധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആയത്ത്? ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വല്ലാത്തൊരു വാക്കാണ്. മനുഷ്യന്മാരെ നമ്മൾ പടച്ചിരിക്കുന്നു എല്ലാത്തിനേക്കാളും ഭംഗിയായിട്ടാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അള്ളാഹു ഈ പറഞ്ഞത് ശരിയാകണമെങ്കിൽ അതേ ചന്ദ്രനേക്കാളും മനുഷ്യന്മാരാണ് ഭംഗിയുള്ളവരെന്ന് ഖുർആൻ അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ. അപ്പോൾ ചന്ദ്രനിക്ക് എത്ര പ്രകാശമുണ്ടെങ്കിലും അതിനേക്കാളൊക്കെയും ഭംഗിയുള്ളത് ഇവിടെയുള്ള മനുഷ്യന്മാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഒരിക്കലും പോലും അവിടെ ത്വലാക്ക് സംഭവിച്ചിട്ടില്ല. അയാൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ആ ചന്ദ്രനേക്കാളും അയാളുടെ ഭാര്യ ഭംഗിയുള്ളവൾ തന്നെയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ പണ്ഡിതൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വല്ലാത്തൊരു സംഭവമാണ്. അതാണ് മഹാന്മാരുടെയൊക്കെ കൈബ്. ഖുർആൻ വെച്ചുകൊണ്ട് അവരെന്തെല്ലാം സ്ഥിരപ്പെടുത്തുകയാണ്. വളരെ അത്ഭുതകരമായ വിഷയമാണ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങളൊക്കെ ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതൊക്കെ നാം പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.